നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്ലാന്റാണ്. ഇവിടെ ഞാൻ വീട്ടിൽ നമുക്ക് ഓക്സിജനൊക്കെ തരുന്ന നല്ലൊരു സിങ്കോണിയം, അതുപോലെ തന്നെ ഒരു സ്നേക്ക് പ്ലാന്റും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഒരു സിങ്കോണിയം അതുപോലെ തന്നെ ഒരു സ്നേക്ക് പ്ലാന്റും ഇവിടെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഒറ്റൊരു പ്ലാന്റാണ്. 3 ബോട്ടിൽ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും ഉണ്ടാക്കിയത് 3 ബോട്ടിൽ കൊണ്ടാണെങ്കിലും ഇത് ഒറ്റൊരു പ്ലാന്റ് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ബോട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റിക്ക്. ആ സ്റ്റിക്കിലോട്ടാണ് നമ്മുടെ സിങ്കോണിയം കയറി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഞാൻ ഈ പ്ലാന്റർ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റർ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ കാണിച്ചു തന്നല്ലോ, ഇതുപോലെയുള്ള ബോട്ടിൽ യൂസ് ചെയ്തിട്ട് നല്ലൊരു മണി പ്ലാന്റിൻ്റെ പ്ലാന്റർ ചെയ്തു തരുന്ന വീഡിയോ ഉണ്ടല്ലോ. അതിൽ ഞാൻ ചെയ്ത അതേപോലെ തന്നെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഡ്രെയിനേജ് കൂടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 2 എണ്ണത്തിലാട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ പ്ലെയിൻ ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ചാക്ക് എടുത്തിട്ടുണ്ട്. ഇത് ചണച്ചാക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ അളവിനനുസരിച്ചിട്ട് ഈ ചാക്ക് നമുക്ക് മുറിച്ചെടുക്കണം. ജസ്റ്റ് അളന്ന് എടുത്തിട്ട് അതിന് ശേഷം മുറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ബോട്ടിൽ വെച്ചിട്ട് ഒന്നിൽ ഇത് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഡിഫറെൻ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ, കാരണം മുകളിലൊരു വൈറ്റ് ബോർഡർ കിട്ടും. ഇനി അതെല്ലാം ഇങ്ങനെ കവർ ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. കറക്റ്റ് അളവെടുക്കണം. വേറൊരു കാര്യമുള്ളത്, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ലെയർ കൊടുക്കുമ്പോഴേ ഇതുപോലെ കാണുമല്ലോ. വേണമെങ്കിൽ ഇങ്ങനെ ഡബിൾ ലെയർ കൊടുക്കാം, ഒന്നുകൂടെ തിക്കായിരിക്കും. എത്രത്തോളം ചാക്ക് അവൈലബിൾ ആണ് അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനിത് അളന്നെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു പീസാണ്. ഇതുണ്ടല്ലേ, ഡബിൾ സൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമുക്കൊന്ന് മടക്കി നോക്കാം. ഇനി മുകൾ ഭാഗം താഴ്ഭാഗം ഒരു ഈ എഡ്ജ് കുറച്ച് വിട്ടിട്ടാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു കറക്റ്റ് ലെവലിലേക്ക് ആക്കിയിട്ട് മടക്കി വെക്കണം. കണ്ടില്ലേ, ഇങ്ങനെയാട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഒന്നുകിൽ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചെടുക്കുക, അതല്ലെങ്കിൽ കെട്ടി വെച്ചാലും മതി കേട്ടോ. ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ലൈഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച് വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ വരുന്ന ഒരു അണീവനായിട്ട് കിടക്കുന്ന ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയണേ. ഇനി ഈ ബോട്ടിലിന് ചുറ്റും ഫെവിക്കോൾ തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ മുഴുവനായിട്ടും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞത് പിന്നെ തിരിച്ചു പോരരുത്. ഇപ്പോൾ ഞാൻ ഫെവിക്കോൾ തേച്ച് പിടിപ്പിച്ചിരിക്കുക കേട്ടോ. അത് ഈ ഡ്രൈനേജ് ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ചെടിക്ക് നമ്മൾ വെള്ളം അധികം ഒഴിക്കുകയാണെങ്കിൽ പുറത്തോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ കുറച്ച് കയറ്റിയിട്ടാണല്ലേ ഡ്രൈനേജ് ഇട്ടത്. ഇത്ര എമൗണ്ട് വെള്ളം ഈ ചട്ടിയുടെ അകത്ത് തന്നെ നിൽക്കും നമ്മൾ. അപ്പോൾ വീടിൻ്റെ അകത്തൊന്നും വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ ഇനി നമുക്കിത് കറക്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ഒന്നുകിൽ ഈ ഭാഗം കെട്ടി വയ്ക്കാം ഇവിടെ, അല്ലെങ്കിൽ ഇവിടെയും തന്നെ നമുക്കിതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്താൽ മതി. നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. നമ്മൾ ചാക്കുന്ന തന്നെ നൂല് കട്ട് ചെയ്തെടുത്തിട്ട് മുകളിലും താഴെ വേണമെങ്കിൽ ഓരോ കെട്ടുകൂടെ കൊടുത്താൽ നല്ല ഫിനിഷിങ്ങോടെ നിൽക്കും കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നന്നായിട്ട് ഒട്ടി വന്നിട്ടുള്ള നമ്മുടെ ബോട്ടിലുകളാട്ടോ. നല്ല ഫിനിഷിങ് ഉണ്ട്. ഇനി ഒന്നുകിൽ നമുക്കിത് സിംഗിളായിട്ട് വയ്ക്കാം. ഞാനിത് 3ഉം കൂടെ നല്ല കമ്പൈൻ ആക്കി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ബോട്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെയുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് കെട്ടി വയ്ക്കാം ഇതേപോലെ, അല്ലെങ്കിൽ ഇങ്ങനെ കയറെടുത്തിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാലും മതി. നല്ല നീറ്റായിട്ട് കെട്ടി വെക്കണം എന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം ഞാൻ ടാഗ് കൊണ്ട് 2 സൈഡിൽ ഈ ഭാഗത്തും അതുപോലെ തന്നെ അടിഭാഗത്തും കെട്ടി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അല്ല, ഉൾഭാഗത്തായിട്ട് ഈ സൈഡിലായിട്ട് ഓരോ ഹോൾ ഇട്ടിട്ട് 3ഉം കൂടെ കെട്ടി വയ്ക്കാം. കമ്പി ഉരുക്കിയതിന് ശേഷം ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഞാനൊരു പഴയ സിസേഴ്സാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് പൊസിഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം
ചെയ്യാൻ വേണ്ടിയിട്ട്. ബോട്ടിലുകളിലൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗം ടാഗ് ഉപയോഗിച്ചിട്ട് കെട്ടി വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുകൾ ഭാഗം ചെയ്യാം നമുക്ക്. സിംഗിൾ ടാഗ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ഒന്നുകൂടെ നല്ല ഫിനിഷിങ്ങിൽ നിന്നോളും. ഇനി ഓരോ ബോട്ടിൽ ഇവിടെ ഇങ്ങനെ 3 ടാഗ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ വെറുതെ ടാഗ് വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ലോക്ക് ചെയ്തിട്ട് ഒന്നുമില്ല ഇത് കട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ താഴോട്ട് ഇളക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ടാഗ് ലോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഞാനിത് താഴോട്ട് ഇറക്കി വയ്ക്കുകയോ കട്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ 3 ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ അകത്ത് ഇവിടെ ഈ ടാഗ് കെട്ടി വെച്ചിരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ ചെടി നടാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ ഞാൻ ഹോള് വെച്ച 2 ബോട്ടിലില്ലേ അതിൻ്റെ അകത്ത് ഞാൻ ചിരൽ നിറച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വെള്ളം അടിയിൽ നിൽക്കാൻ വേണ്ടി ഒരു സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിരൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ പോട്ടി മിക്സ് വെച്ചിട്ടാണ് ചെടി നടുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു പീസ് വേസ്റ്റ് ക്ലോത്ത് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹോളൊന്നും അടഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെക്കണം കേട്ടോ. വെള്ളം ലീക്കായിട്ട് പോട്ടി മിക്സ് ഒന്നും വീടിൻ്റെ അകത്ത് ഫ്ലോറിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2 ബോട്ടിലേ ഉള്ളൂ ഞാൻ ക്ലോത്ത് വെക്കുന്നത്. ഈ ബോട്ടിൽ പിന്നെ ഹോളില്ലാത്ത ബോട്ടിലാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിലായിട്ട് പ്ലാന്റ്സ് നടാം. അപ്പോൾ ഒരെണ്ണം ഞാൻ സ്നേക്ക് പ്ലാന്റ് ആട്ടോ, ഒരു ചെറിയൊരു സ്നേക്ക് പ്ലാന്റ് ഞാൻ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നടാം. ചകിരിച്ചോറാണ് പോട്ടി മിക്സിൻ്റെ ബേസ്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമുള്ള വളങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമത് വെയിറ്റ് കുറച്ച് കുറവായിരിക്കും. പിന്നെ മണ്ണൊന്നും വീടിൻ്റെ അകത്ത് ലീക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ബോട്ടിലിൽ ഞാനിവിടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ മുറിച്ചെടുത്തൊരു സ്റ്റിക്കാണ്. ഇതിന് ഞാൻ കയറോ ഒന്നും ചുറ്റിയിട്ടൊന്നുമില്ല, പ്ലെയിനായിട്ട് കുറച്ച് റഫായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ബ്രാഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കിനെ ഞാൻ ഇവിടെ ഹോൾ ഇല്ലാത്ത ബോട്ടിലില്ലേ അതിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണേ. ഇവിടെ ഞാൻ കുറച്ച് ബേബി മെറ്റൽ എടുത്തിട്ടുണ്ട്. ഈ ബേബി മെറ്റൽ യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ പ്ലാന്റ് ചെയ്യുന്നത് ഒരു സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ കുറച്ച് വലുപ്പമുള്ള ഒരു പ്ലാന്റിനെ ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പോട്ടിൽ ഈ പ്ലാന്റ് നമുക്ക് നടാം. അതിനുശേഷം നമ്മളിവിടെ ഫിക്സ് ചെയ്ത ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ ഇതിലോട്ടാണ് ഈ സിങ്കോണിയത്തിൻ്റെ പ്ലാന്റിനെ ഞാൻ കയറ്റി വിടുന്നത്. അപ്പോൾ പോട്ടി മിക്സ് ആദ്യം കുറച്ച് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പ്ലാന്റ് നടുകൂടെ ചെയ്യാം. വേരോടുകൂടെ അങ്ങ് പറിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻഡോറിലൊക്കെ ഓക്സിജൻ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ 2 പ്ലാന്റുകളാണ് ഈ സിങ്കോണിയോ അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റും. ഇപ്പോൾ നമ്മുടെ സിങ്കോണിയ ഞാൻ നട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ സ്റ്റിക്കുമേ നമുക്ക് ഈ സിങ്കോണിയത്തിനെ കയറ്റി വിടണം. കുറച്ച് ഇത് ഇത്രയും നീളമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ ടാപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കുക അല്ലെങ്കിൽ കയറിട്ട് കെട്ടി വയ്ക്കുകയോ ചെയ്യുക. പിന്നെ അങ്ങ് വളർന്നു പോകട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റൊക്കെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സിങ്കോണിയാണ് ഒരു ചട്ടിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്, അതായത് ഒരു ബോട്ടിൽ. പിന്നെ ഒരു ബോട്ടിൽ സ്നേക്ക് പ്ലാന്റാണ്. പിന്നെ ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ് പെബിൾസിന് പകരമായിട്ട് കാടമുട്ടയുടെ തോടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല കിടിലനായിട്ടില്ലേ നമ്മുടെ പ്ലാന്റ്. വളരെ കുറഞ്ഞ ചിലവിലാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. ഇത് നമ്മുടെ ഇൻറ്റീരിയറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സെറ്റിംഗ് ആണ്. ഇത് ഞാൻ ഇതിന് മുൻപ് ചെയ്തിരുന്നതാണ്. ഇത് ശരിക്കും മണ്ണിൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു പോട്ടാണ്. ഇത് പേപ്പറാണ്. അപ്പോൾ പേപ്പർ ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് കോൺട്രാസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്കിന് വൈറ്റ് പേപ്പറും വൈറ്റിന് ബ്ലാക്ക് പേപ്പറായിട്ട്. ഇത് ശരിക്കും ഏകദേശം ഒരു 6 to 8 ഇയേഴ്സോളം ആയി ഇത് ചെയ്തിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒന്ന് വാർണിഷ് ചെയ്ത് വെച്ചാൽ നല്ല ഗ്ലോസി ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.